അടിച്ചടക്കാൻ എന്താ ഇത്ര ധൃതി? എന്റെ പുന്നാര ചന്ദ്ര, ഈ സല്യൂട്ട് ആള് ചില്ലറക്കാരല്ലോ. ഉള്ളിലേക്കാണ് ചെല്ലുമ്പോ തന്നെ സല്യൂട്ട് ചെയ്യാൻ തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ തോന്നും. അവിടുത്തെ വലിയ വലിയ ഷേക്കന്മാര് കഴിക്കുന്ന സാധനം. ബോട്ടിൽ തന്നെ ഇന്ത്യൻ മണി ഒരു 10,000 രൂപ വരും വരും, വില വരും. വിലയിൽ കുറഞ്ഞ ഏർപ്പാട് ഈ ചന്ദ്രൻ ഷേക്കിന് നിഘണ്ടുവില്ലല്ലോ. 3.5 ലക്ഷത്തിന്റെ വാച്ച്, 36,000 മോതിരം, 12,000 കുപ്പായം. പത്രാസിന് എന്ത് കുറവാണുള്ളത്? മരിച്ചുപോയി ഞങ്ങളുടെ രാഘവന്റെ കുട്ടിക്ക്. ഏട്ടാ, ഇത്തവണത്തെ അബ്കാരി ലേലത്തിന് നമുക്കൊന്ന് കൂടിയാലോ? കാശുണ്ടാക്കാൻ പറ്റിയ ഏർപ്പാടാ. അങ്ങനെ നാട്ടുകാരെ കള്ളു കുടിപ്പിച്ചിട്ട് നമുക്ക് കാശുണ്ടാക്കണ്ട. ഇപ്പൊ ഈ ഉള്ള ബിസിനസ് ഒക്കെ നോക്കി നടത്തിയാൽ മതി നിങ്ങള്. ആക്രാന്തം വേണ്ടാന്നർത്ഥം. അതെ ഏട്ടാ. അല്ല, നേതാവിനോടൊരു ചോദ്യം. എങ്ങനെ ഇരിക്കുന്നു നിന്റെ ലൈലാ മജ്നു? മനസ്സിലായില്ല. വിശേഷങ്ങളൊക്കെ അമ്മ പറഞ്ഞു. നീ ഒരു പട്ടാളക്കാരന്റെ ഭാര്യയുടെ അനിയത്തിയുമായി ക്രൂരമായ പ്രണയത്തിലാണെന്ന്. പട്ടാളക്കാരന്റെ ഭാര്യയുടെ അനിയത്തി ആയതുകൊണ്ട് പേടിക്കാനില്ല. ഇവന്റെ കാര്യം ഒരു വെടിക്ക് തീരും. അതെ, ഇതിൽ ഇടപെടാനുള്ള സമയം ഉണ്ടാവും തോന്നണില്ല. എന്റെ പൊന്നേട്ടാ, ഇവന്റെ പ്രേമം വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ട്. പെണ്ണ് ലോ കോളേജില്ല, കാണാനും സുന്ദരിയ. അപ്പൊ മന്ദബുദ്ധിയായിരിക്കും, അല്ലെങ്കിൽ മണ്ടറ കയറി ആരെങ്കിലും പ്രേമിക്കോ? എടാ, അവള് സ്ട്രോങ് ആണെങ്കിൽ ഒരു പന്തല് വെച്ച് നടത്താം. വലിയേട്ടന്റെ കൊച്ചനിന്റെ കല്യാണം ഒരുമിച്ച്. നാട്ടുകാർക്ക് ഒരു ചേഞ്ച് ആയിക്കോട്ടെ. ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ചേഞ്ചിലും അല്പം ലാഭിക്കാം. സോറി ഏട്ടാ, ഞാൻ അവളെ കെട്ടാൻ പോകുന്നത് ഒരു കൊടി വെച്ച കാറിലായിരിക്കും. കൊടിയുടെ നിറം പറഞ്ഞില്ല. ത്രിവർണ്ണ പതാക. ഞാൻ വിചാരിച്ച് കരിങ്കൊടി ആയിരിക്കും. ഏട്ടാ, പറയുന്നോണ്ടൊന്നും തോന്നില്ല. നീ പറയടാ, ചന്ദ്രൻ ഒന്നും പറയില്ല. ഏട്ടന്റെ ഈ വേര് വെറും പാഴ് വേരാ. അത് കറക്റ്റ്. ഈ കോങ്ങണ്ണന്മാരെ വിശ്വസിക്കാൻ കൊള്ളില്ല. അളിയോ, അവിടെ അളിയന് തെറ്റി. ജന്മനാ ഞാൻ ഒരു കോങ്ങണ്ണനല്ല. ജീവിത യാത്രക്കിടയിൽ അങ്ങനെ ആയിപ്പോയതാ. എന്റെ ഉമ്മ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എന്റെ ബാപ്പായെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത് ബാപ്പ ഇടക്കിടക്ക് ചന്തി ചൊറിയുന്ന സ്വഭാവക്കാരനായിരുന്നു. ആരുടെ എന്തി? ബാപ്പാന്റെ എന്തിയോ അത് ഉമ്മാന്റെ എന്തിയോ? ബാപ്പാന്റെ സ്വന്തം ചന്തി. അളിയോ, ഫ്ലാഷ് ബാക്ക് പറയുമ്പോ അതിന്റെ ഇടയിൽ കോമഡി വെതറല്ലേ? ആ ബാപ്പയെ തേടിയുള്ള അലച്ചിലിനിടയിൽ ഒരേ സമയം എന്റെ ഈ 2 കണ്ണുകൾ 2 വഴിക്ക് സഞ്ചരിച്ചു. അങ്ങനെ എനിക്ക് കോങ്ങണ്ണുണ്ടായത്. അതെന്തിനാ സുലൈമാനെ 2 കണ്ണും 2 ബൈക്ക് സഞ്ചരിച്ചത്? എന്റെ ബാപ്പാക്ക് എന്താ 2 അന്തി ഉണ്ടോ? തോന്നിയാസം പറഞ്ഞാലുണ്ടല്ല, ഒരേ സമുദായത്തിൽപ്പെട്ട ആളാന്ന് ഞാൻ നോക്കൂല. ചെയ്താലിക്ക് ഒരു തമാശ പറഞ്ഞല്ലേ. നീ സമാധാനായിട്ടിരിക്കേ. ആരൊക്കെ കളിയാക്കിയാലും നിന്റെ ആ അയ്യോ അത് ചൊറിയണ ബാപ്പയുണ്ടല്ല, അയാൾ നമ്മൾ കണ്ടെത്തും. ചന്ദ്രേട്ടന്റെ ഈ ഒരൊറ്റ വാക്ക് വിശ്വസിച്ച ഇത്രയും കാലത്തിന് ശേഷം ഞാൻ ഈ മണ്ണി കാലുകുത്തണത്. ചന്ദ്രേട്ടൻ പറഞ്ഞതാ. അത് ഉറപ്പാണല്ലോ. ഉറപ്പാ. മരിച്ചോ എന്റെ ഉമ്മയാണ് ഉറപ്പാ. അപ്പൊ നിനക്ക് ഉമ്മായില്ലേ? ഉമ്മയാണ് ഉറപ്പാ. ചന്ദ്രേട്ടന്റെ ഈ വരവിൽ 2 മഹാത്ഭുതങ്ങളാണ് കേരളത്തിന്റെ ഈ മണ്ണിൽ സംഭവിക്കാൻ പോകുന്നത്. ചന്ദ്രേട്ടൻ പെണ്ണ് കെട്ടുന്നു. രണ്ടാമത്തത് പറയല്ല തന്നോട്. ഞാൻ എന്റെ ബാപ്പായെ കണ്ടുമുട്ടുന്നു. ഞാൻ പറഞ്ഞേക്കാം. അങ്ങോട്ട് കൊടുക്ക. എങ്ങനുണ്ട്? ഇഷ്ടപ്പെട്ട? എനിക്കിഷ്ടായൊന്നാ. ഭാവിയിൽ എന്റെ ഏട്ടത്തെ അമ്മയമ്മ പോകുന്നവരെ ഞാൻ കണ്ട് ഇഷ്ടപ്പെടുന്നത് ശരിയല്ല ഏട്ടാ. ഏട്ടൻ നോക്ക്. നീ ഭാവിയിലേക്ക് നോക്കണ്ട. നീ നോക്കിയാലും ഞാൻ നോക്കിയാലും ഒക്കെ ഒരുപോലെ. ഒന്നുമില്ലേലും നമ്മളൊക്കെ ഒരു ചോരയല്ലടാ. ചേട്ടനും അനിയനും കൂടെ എന്താ ഒരു സുകാര്യം പറച്ചില്? ചെക്കൻ ആളൊരു നാണം കുടുങ്ങിയാണല്ലേ. അതുകൊണ്ടാണല്ലോ അനിയന്മാരെല്ലാം നേരത്തെ കെട്ടിയത്. മോളോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. വേണം. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെൺകുട്ടികൾക്ക് നിർബന്ധ. ചന്ദ്ര, പോയി സംസാരിച്ചോളൂ. ചെല്ലേട്ടാ, ചെന്ന് സംസാരിക്കേ. നീ സംസാരിച്ചാ മതി. എത്രയായാലും നമ്മളൊക്കെ ഒരു ചോരയല്ലേ. അതുകൊണ്ട് നീ സംസാരിച്ചാ മതി. അല്ലേട്ടാ, നീ സംസാരിച്ചാ മതി. നീ സംസാരിച്ചാ മതി. അമ്മാമേ, ദേ അവരെത്തി. എന്തായി? കണ്ടിട്ട് ഇഷ്ടായോ? ഒന്നും പറഞ്ഞില്ല. എന്താടാ, നിനക്ക് ഇഷ്ടായില്ലേ? ഭയങ്കര ലോങ്ങാ. ലോങ്ങോ? ഓ, നീളം. പിന്നെ നിന്നേക്കാളും വലിയൊരു പെണ്ണ്. ആ പെണ്ണിന്റെ കാര്യമല്ലേ പറഞ്ഞേ. ഭയങ്കര യാത്ര, ഭയങ്കര ദൂര യാത്ര. ഇപ്പൊ നല്ല കഥ. അബുദാബിലൊന്നും അല്ലല്ലോ കൊച്ചിന്റെ വീട്, ചേലക്കരയല്ലേ. നീ ഞങ്ങളെ വിഷമിപ്പിക്കാതെ കാര്യം പറ. പറയാം. ഗണേശ, പറ, നിനക്ക് അവളെ ഇഷ്ടമായ? എനിക്കാ? അമ്മേ, ചേച്ചി, അമ്മായി, ഞാൻ അപ്പഴേ ഏട്ടനോട് പറഞ്ഞ എനിക്ക് വേണ്ടിയല്ല, ഏട്ടന് വേണ്ടി പെണ്ണാണ്. നിന്റെ വളിച്ച വിശദീകരണം ഒന്നും വേണ്ട. ചോദിച്ചതിന് സമാധാനം പറഞ്ഞാൽ മതി. നിനക്ക് അവളെ ഇഷ്ടമായോ? ഇഷ്ടായോന്ന് ചോദിച്ചാ കാണാൻ നല്ല ഭംഗിയുണ്ട്.
അത്യാവശ്യത്തിനുള്ള വിദ്യാഭ്യാസം ഉണ്ട്. പിന്നെ തറവാട്ടി പറഞ്ഞ പെണ്ണാണെന്ന് അമ്മാവൻ നേരത്തെ പറഞ്ഞു. അമ്മാവൻ പറയാത്ത ഒരു കാര്യം ആ കുട്ടി പറഞ്ഞു. അതെന്താ അത്? അവളുടെ പ്രായം. അത് ഈ വരുന്ന ജൂണിൽ 20 വയസ്സ്. മോളിങ് വന്നേ വാ. അമ്മേ, ഇവൾക്ക് എത്ര വയസ്സായി? അവക്ക് 18 ആവണു. അപ്പൊ രണ്ടും തമ്മിൽ എത്ര വ്യത്യാസം? 2 വയസ്സ്. ഇവൾ എനിക്ക് എന്റെ മോളെ പോലെ. അങ്ങനെ മോളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ അങ്ങനെ ഒരു അന്യായം എന്നെ കൊണ്ട് ചെയ്യിക്കണോ? എന്റെ അല്ല, കുട്ടിയെ അവർക്ക് ഈ കാര്യത്തിൽ സമ്മതാന്ന് വെച്ചാ അവരുടെ സമ്മതം അല്ല അമ്മാവ, അവനവന്റെ സമ്മതമാണ് വേണ്ടത്, മനസ്സിന്റെ സമ്മതം. ഏതൊരു മംഗല്യവും ആദ്യം നടക്കുന്നത് മണ്ഡപത്തിൽ വെച്ചല്ല, മനസ്സിൽ വെച്ച. കെട്ടുന്ന ആണിന്റെയും പെണ്ണിന്റെയും മനസ്സിൽ വെച്ച്. അത് അവിടെ വെച്ച് നടന്നില്ലെങ്കിൽ പിന്നെ അത് വേണ്ടെന്ന് വെക്കണതാണ് അതിന്റെ വൃത്തി. എന്റെ ഈശ്വര, ഇനി ഈ പേരും പറഞ്ഞ് പാവ ഈശ്വരനെ വിളിച്ച് സങ്കടപ്പെടുത്തണ്ട. കള്ളം പറഞ്ഞും കണ്ണീരൊഴുക്കിയൊക്കെ അല്ലേ എന്നെ വിളിച്ചു വരുത്തിയത്. വന്ന സ്ഥിതിക്ക് കെട്ടിയിട്ടേ പോകുന്നുള്ളൂ ചന്ദ്രൻ. പക്ഷെ ഒരു കാര്യം, എനിക്കിപ്പോ വയസ്സ് 41. കെട്ടുന്ന പെണ്ണിന് ഏറിപ്പോയ 10 വയസ്സിന്റെ പ്രായ വ്യത്യാസം വരെ ആകാം. എവിടെ വേണേലും എങ്ങനെ വേണേലും അന്വേഷിക്കാം. പിന്നെ ഒരു ഡിമാൻഡ് ഉണ്ട്. പറഞ്ഞോളൂ. പെണ്ണ് കാണാൻ ഈ പടി ഇറങ്ങും മുമ്പ് പെണ്ണിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്, മലയാളത്തിൽ പറഞ്ഞാൽ ജനന സർട്ടിഫിക്കറ്റ് ഇവിടെ ഹാജരാക്കാം. അത് ഞാൻ ഇട്ടളിയാ. ഫോട്ടോസ്റ്റാറ്റ് അല്ല അല്ലയാ ഞാൻ ഉദ്ദേശിച്ചത്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. SSLC ബുക്കിന് 3rd പേജ് ആയാലും കുഴപ്പമില്ല, കുഴപ്പമുണ്ടാക്കരുത്. അപ്പോഴേ കാര്യങ്ങളെ കൂട്ടാറാവും. മാധവൻ ലോകകപ്പിലേക്ക്, ലോകകപ്പിലേക്ക്. ചക്ക ഓട്ടോറിക്ഷ പിടിച്ചു വരണ. ഇങ്ങോട്ട് ഇറങ്ങടി മോളെ. എത്രയുടെ 35. ഞങ്ങൾ രണ്ടുപേരല്ലേ നിന്റെ കുന്നാട്ടത്തിൽ കയറിയിരുന്നുള്ളൂ. നിങ്ങൾ രണ്ടുപേര് മാത്രമല്ലോ, കൂടെ ഒരു ഫുൾ പ്ലാവൂലേ, അപ്പൊ 35 ആവും. അന്നാ അവിടെ നിൽക്ക്. അഗ്രികൾച്ചറിൽ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അയ്യോ, കൃഷിഭവനിൽ നിന്നാണെന്ന് ചോദിച്ചതാ. അല്ല, ഞാൻ ചക്കാന്തറേന്നാ. ചന്ദ്രന്റെ അമ്മായിയാ. അതാ ചക്കയും കൊണ്ട് വന്നതല്ലേ? പണ്ടേക്കും പണ്ടേ ചക്കാന്തറയിലെ അമ്മായിയുടെ ചക്ക ചന്ദ്രനൊരു വീക്കൻസാ. ഇതേതാ ഈ വീക്കെൻഡ്സ് മകളാ? അതെ, ചന്ദ്രന്റെ മുറപ്പെണ്ണ, പേര് നീലിമ. എന്നാ പിന്നെ ഉജാലാന്നിടായിരുന്നില്ലേ? ഹായ് നീലു. ഗൾഫുകാരനാണോ? ഗൾഫുകാരനാണോന്നാ? 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ഷെയ്ക്കാ. ആണോ? എന്നാ ഓട്ടോന്റെ കാശ് കൊടുത്തേക്ക് വാ മോളെ. വേഗം ഇങ്ങോട്ട് വാ. ചക്കന്തറയിലെ അമ്മായി എന്തേ വരാൻ വൈകിയത്? ഒന്നും പറയണ്ടല്ലേ ലക്ഷ്മിയെടുത്തിയെ. ചന്ദ്രൻ വന്നു അറിഞ്ഞപ്പോ തുടങ്ങിയത് ഈ പെണ്ണ്. ഇക്കിന്റെ ചന്ദ്രേട്ടനെ കാണണം, ഇക്കിന്റെ ചന്ദ്രേട്ടനെ കാണണം എന്നും പറഞ്ഞ കയറ് പൊട്ടിക്കുക. പക്ഷെ എന്താ ചെയ്യ, ഈ ചക്കയൊന്നും മൂത്ത് കിട്ടണ്ടേ? അതെ, ചന്ദ്രേട്ടൻ എന്തിയ അമ്മായി? അവിടെയുണ്ട്. ഞാൻ എന്താ ഈ കാണുന്നത്? എന്റെ മോനാകെ അങ്ങ് വാടിപ്പോയല്ലോ. നീ എന്താടി അന്യനെ നോക്കണത് പോലെ വാ പൊളിച്ച് നിക്കണത്? ഈ തേനിലിച്ചൊക്കെ ചന്ദ്രനോട് കൊടുക്ക്. അവളിപ്പോ നോക്കുന്നത് നിന്നെയാണോ എന്നെയാണോ? അവളിപ്പോ നോക്കുന്നത് നമ്മൾ രണ്ടുപേരെ അല്ല, അവളുടെ ഭാവിയിലേക്കാ. നോക്കി നിൽക്കാതെ നീ ആ തേനുലി. അല്ല ഏട്ടാ, അത് ഏട്ടന്റെ ചക്ക. ഇവിടെ ചക്കയ്ക്ക് എന്ത് ഏട്ടനും അനിയനും ഒന്നുമില്ലല്ലോ, നമ്മളൊക്കെ ഒരു ചോരയല്ലടാ. ദേ ചക്കമ്മയുടെ നീലമ കൂടി ആ ചക്കയും കൊടുത്തേ കൊടുത്തേ കൊടുത്തേ. നീ ഇങ്ങോട്ട് വന്നേ. അമ്മായിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാം. കാണാൻ സുന്ദരൻ, കൈ നിറയെ കാശുണ്ട്, പിന്നെ പെണ്ണ് കെട്ടാനാണെന്നും പറഞ്ഞ് വീടായ വീടൊക്കെ കയറി ഇറങ്ങി ഈ പൂ പോലുള്ള മുഖം വെയില് കൊള്ളിച്ച് വാടിക്കേണ്ട വല്ല കാര്യം. അത് അമ്മായി ഞാൻ ഇപ്പൊ എങ്ങനെയുണ്ട് ഏട്ടാ ഞാൻ പറഞ്ഞത്? നീ പറഞ്ഞതാ? അതെ, ഞാൻ പറഞ്ഞ തന്നെ. മുറപ്പെണ്ണായിട്ട് ഒരാൾ ഇവിടെ ഏട്ടന് വേണ്ടി പുര നിറഞ്ഞു നിൽക്കുമ്പോ പെണ്ണ് അന്വേഷിച്ച് പുറമെ പോണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലേ. അപ്പോഴൊക്കെ ഏട്ടൻ എന്താ പറഞ്ഞത്? അമ്മായിക്ക് അത് ഇഷ്ടാവില്ല. എന്നിട്ട് ഇപ്പൊ എന്തായി? കൺമുമ്പിൽ കൊണ്ട് എത്തിച്ചു തന്നില്ലേ ഈശ്വരൻ? ഇത്രയും വിശാല മനസ്കായ ഒരു അമ്മായിയും ഇത്രയും വിശാലായിട്ടുള്ള ഒരു മോളും വേറെ എവിടെ കിട്ടു ഏട്ടാ? ഒന്ന് അങ്ങോട്ട് ചേർന്ന് നിന്നേ എന്റെ ഏട്ടത്തിയമ്മേ. എന്തൊരു ചേർച്ച! ഇത്തവണത്തെ ജോഡിക്കുള്ള മാതൃഭൂമി മെഡിമിക്സ് അവാർഡ് എപ്പ കിട്ടിയെന്ന് ചോദിച്ചാ മതി. നീ ഇങ്ങനെ പോയാലേ അധികം താമസിയാതെ എന്റെ എന്തെങ്കിലും അവാർഡ് മേടിക്കും. അപ്പൊ ചക്കമായി നമുക്കൊരു കാര്യം ചെയ്യാം. അധികം വൈകാതെ ഇവളുടെ കല്യാണം നടത്താം. അതിന്റെ ഫുൾ ചെലവ് ഞാൻ എടുത്തോളാം. ഞാൻ തിരിച്ചു പോകും മുമ്പ് ഇവൾക്ക് വേണ്ടി ഒരാളെ കണ്ടെത്തണം. അതിന്റെ ഉത്തരവാദിത്തം ഞാൻ നിന്നെയും കൂടെ ഏൽപ്പിക്കുക. അമ്മായി മൂഡ് ഓഫ് ആകണ്ട. ചേരേണ്ടത് ചേരുമ്പോഴേ കാര്യങ്ങളൊക്കെ ഉഷാറാകൂ. ഹലോ ഏട്ടാ, ഞാൻ ശിവനാ. എന്താടാ? നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ഉച്ചഭക്ഷണം കഴിച്ചതിൽ ഒരു ചെറിയ പ്രശ്നം. പ്രശ്നം? ഞാനിപ്പോ മിഷൻ ആശുപത്രിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഏട്ടാ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണം. ഓക്കെ, ശരി ശരി. ഹലോ. ഓക്കെ ഡോക്ടർ, താങ്ക്സ് എ ലോട്ട്.
നിങ്ങൾ ഇങ്ങനെ വിഷമിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. ചോറ് വെച്ച അരിക്ക് ഇത്തിരി പൂപ്പുണ്ടായിരുന്നു. അത് കഴിച്ച കുട്ടികൾക്കൊന്ന് വയറിളകി, അത്ര ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഫുഡ് പോയ്സൺ ഒന്നും അല്ല. എല്ലാ കുട്ടികൾക്കും വയറ് ക്ലീൻ ചെയ്യാനുള്ള മരുന്ന് കൊടുത്തവിടെ കിടത്തിയിരിക്കുക. ഡോക്ടർ ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലെങ്കിൽ ആശുപത്രിയിൽ പോയി നോക്കാം. എന്താ ഈ പറയണേ? ചന്ദ്രൻ നടത്തുന്ന സ്കൂളിനെ പറ്റി ഞങ്ങൾക്ക് വിശ്വാസക്കുറവോ? ഒരു കാരണവുമില്ലാതെ കുട്ടികൾക്കൊക്കെ വയറിളക്കോ ഛർദിയാണെന്ന് കേട്ടപ്പോ അതെന്താണെന്ന് തിരക്കാൻ വേണ്ടി വന്നേ ഉള്ളൂ. ശരി. എന്താടോ സേതുമാധവ, പുരമനയിൽ ചന്ദ്രൻ നടത്തിയ ധർമ്മസ്ഥാപനത്തെ പറ്റി പതിവില്ലാത്ത ചില വാർത്തകളൊക്കെ പറഞ്ഞു കേൾക്കുന്നേ? അത് ചോദിക്കാൻ നീ ആരാ? അങ്ങനെ ഊതിപ്പറത്താതെ. ഒന്നുമില്ലേലും നമ്മളൊക്കെ ഒരു നാട്ടുകാരല്ലയോ? മാത്രമല്ല ഇച്ചിരി അങ്ങോട്ട് മാറിയിട്ടാന്നേലും ഇതുപോലെ ഈ ചാക്കോട തറവാട്ടുകാർ നടത്തുന്നുണ്ടേ. നീ നടത്തുന്ന സ്കൂളല്ലല്ലോ, അറവുശാലയല്ലേ? അതേടാ, അറവശാല തന്നെയാ. പക്ഷെ അവിടെ നിന്ന് സൗജന്യമായിട്ട് കൊടുക്കുന്നില്ല. ഒക്കെ കാശ് വെച്ചുള്ള കച്ചവടം തന്നെ, വിദ്യാഭ്യാസ കച്ചവടം. അതെ, ഈ ഒരു അവസ്ഥയെ നേരത്തെ പ്രതീക്ഷിച്ചതാ. നാടിന്റെ പൊന്നോമന പുത്രൻ പുരമനയിൽ ചന്ദ്രൻ അക്കരെ പോയുണ്ടാക്കുന്ന ദർഹത്തിന്റെ ഭാവഭാരം കഴുകിക്കളയാൻ ചത്തുപോയ അച്ഛന്റെ പേരിൽ തുടങ്ങി ഈ ധർമ്മശാലയില് സൗജന്യ ഭക്ഷണം, സൗജന്യ വസ്ത്രം, സൗജന്യ പഠനം, എല്ലാം സൗജന്യം തന്നെ. പക്ഷേ ഈ പോക്ക് ഇങ്ങനെ പോയ വിഷം കലർത്തിയ ഉച്ചച്ചോറ് ഞണ്ണിയതിന്റെ പേരിൽ ചത്തൊടുങ്ങുന്ന മക്കളുടെ ഈ തന്തമാർക്ക് സൗജന്യമായിട്ട് ശവപ്പെട്ടി വിതരണം ചെയ്യും പുരമനയിൽ ചന്ദ്രൻ. കിട്ടിയ തക്കം നോക്കി ഇവിടെ കയറി വന്ന് തന്തയിലൊക്കെ വിളിച്ചു പറഞ്ഞോണ്ടല്ലോ. പിന്നെ സൗജന്യമായിട്ട് ശവപ്പെട്ടി പണിയുന്നത് നിനക്കായിരിക്കും. ഓഹോ, എന്താ പ്രശ്നം? ഈ ചെറ്റ എവിടെ കയറി വന്ന ഒരുമാതിരി ആളാവാൻ നോക്ക്. ഓ അത് ശരി, അത്രയ്ക്കായോ? അതല്ലെങ്കിൽ എവനൊന്ന് പാകത്തിൽ കിട്ടാൻ വേണ്ട വേണ്ട, കാത്തിരിക്കുന്നു ഞാൻ. നിങ്ങൾ 3 പേരും കൂടെ മെനക്കെട്ട ഇവൻ ചത്തു. നിനക്കെന്താ ഇവിടെ കാര്യം? നിന്റെ ഏതെങ്കിലും വകയിലുള്ള സന്തതികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ടോ? അല്ല, അതല്ലല്ലോ അതിന്റെ ശരി. അതാണ് അതിന്റെ ശരി. വാ, അപ്പൊ അങ്ങനാണ്. തഞ്ചത്തിൽ ചന്ദ്രനെ താറടിച്ച് കാണിക്കാൻ നിന്റെ അപ്പൻ ബ്ലേഡ് വർക്കി പറഞ്ഞു വിട്ടതായിരിക്കും. ദാ കണ്ടില്ലേ, ആ പാവത്തിനെ കൊലയ്ക്ക് കൊടുത്തതിന്റെ കണക്ക് കാലങ്ങളായി ബാക്കി നിൽക്കുക ചന്ദ്രന്റെ നിഘണ്ടുവില്. അതിനിടയ്ക്ക് ഇതുപോലുള്ള സർക്കസ് ഒന്നും വേണ്ട. ഇത് ചന്ദ്രന്റെ മണ്ണ, അക്കരെ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ മണ്ണ്. എന്റെ അനുവാദമില്ലാതെ ഒരുത്തനും ഈ മണ്ണിൽ കാലുകുത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ചെല്ലേ, ചെല്ല് ചാക്കോച്ച. മക്കൾക്കാർക്കും ഒരു കുഴപ്പമില്ല. നിങ്ങളൊക്കെ വീട്ടിലേക്ക് പൊയ്ക്കോ. കുട്ടികളെ വീട്ടിലെത്തിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടാ ഞാൻ വന്ന. പൊയ്ക്കോ. പറഞ്ഞത് കേട്ടല്ലോ, എല്ലാവരും പോയിക്കോളൂ. ഒന്നും പഠിക്കാനില്ല, പോയിക്കോളൂ. അളിയനോട് പോയി. അത് ശരി, അപ്പൊ അതാണ് കാര്യം. ഹൈ ബിപിയും അണീബിയും ഒരുമിച്ച് ആക്രമിച്ചൊരു ദുർബല നിമിഷത്തിൽ അറിയാതെ പറ്റിപ്പോയ ഒരു കയ്യബദ്ധമാണ് ഇന്ന് ആ വയറിളകിപ്പോയത് അല്ലേ? ഒരു കൊച്ചു തിരുമറി, ഒരു ഗോഡൌൺ തിരുമറി. ആ തിരുമറി പിള്ളേരെല്ലാരും കൂടി ഇങ്ങനെ സംഘം ചേർന്നിരുന്ന് തൂറി മറിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല സുലൈമാനെ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ചന്ദ്രനളിയൻ വരുന്നു എന്നറിഞ്ഞപ്പോ ആ വരവെന്ന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ നെട്ടോട്ട് ഓടിയത് നിനക്ക് ചന്ദ്രനളിയന്റെ പ്രസൻസിൽ ഇങ്ങനെ ഒരു വയറിളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു. അവിടെ ഇരിക്കട്ടെ. എന്താ വേണ്ടേ? പെങ്ങളെ കെട്ടിയവനെ വെറും ഒരു അളിയനായി കാണുന്നവനല്ല ചന്ദ്രേട്ടൻ. ആ മനസ്സ് എനിക്കറിയാം. ആ, അതറിയാവുന്നത് കൊണ്ടാണ് നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ആണല്ലോ, ഇനി ഞാൻ അത് എടുത്തോട്ടെ. എടുത്തു. നേർച്ച വരിച്ചത് കഴിച്ചു. നീ വന്നത് പേരന്വേഷിച്ചല്ലേ? ആ ചന്തിയൊറിയുന്ന പേര്. എന്തൊക്കെ ത്യാഗം സഹിച്ചും ഞാൻ നിന്റെ കൂടെ നിൽക്കും. ഇപ്പൊ ഞാൻ വേറിട്ട് നിൽക്കുക. ആ പേര് തിരിച്ചു പിടിക്കാൻ നീ എന്നെ സഹായിക്കും. ഇപ്പൊ ഈ വീറൊന്ന് അകത്താക്കാൻ അളിയൻ എന്നെ സഹായിക്കോ? ഒരു സുലൈമാനുമില്ല. വേരി ഫോർ ഈച്ചതാ സുലൈമാനെ, നീ പറഞ്ഞ അവൻ കേക്കും. ചന്ദ്രേട്ടന്റെ ചെവിക്ക് കുഴപ്പമില്ലാത്ത കൊണ്ട് ഞാനല്ല ഏത് പൊട്ടം പറഞ്ഞാലും ചന്ദ്രേട്ടൻ കേൾക്കും. പക്ഷെ വിഷയം തിരിമറിയായതുകൊണ്ട് തിരിച്ചിങ്ങോട്ട് പറയുന്നത് എന്താണെന്ന് കേട്ടാലേ പറയാൻ പറ്റൂ. ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്റെ BP കൂട്ടി വീണ്ടും വീണ്ടും ഹണിബി അടുപ്പിക്കാതടാ. കാര്യം അവനാണ് തീറ്റിപ്പോറ്റുന്നതെങ്കിലും 3 പെമ്പിള്ളേരുടെ അച്ഛനാടാ ഞാൻ. അതൊക്കെ ഓർമ്മയുണ്ടല്ലേ? ഈ പ്രശ്നത്തിന്റെ പേരിൽ അളിയൻ എനിക്കെതിരെ എന്തെങ്കിലും ശിക്ഷാ നടപടി എടുത്താൽ പിന്നെയും വനാത്തൊടി മാധവൻ മാനം നോക്കി കാലം കഴിക്കേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ടാണ് അളിയൻ ഈ വൃത്തിയായിട്ട് പണി കാണിച്ചത്? മക്കളെ കെട്ടിച്ചേക്കാൻ വേണ്ടിട്ടോ?
സ്കൂളിന്റെ മേലധികാരിയാണെന്ന് പറഞ്ഞ് നടക്കുന്നത് നന്നാക്കാനല്ല നശിപ്പിക്കാനാണെന്ന് ഇപ്പൊ മനസ്സിലായി. ചേച്ചി അവിടെ ഹെഡ് മിസ്ട്രസ് ആയിട്ടിരിക്കുമ്പോ ഇതുപോലെ ഒരു നാറിയ പണി അളിയൻ കാണിച്ചത് അത് അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റും. ഇതൊക്കെ പിന്നെയും പറഞ്ഞ് അവളെ വിഷമിപ്പിക്കുന്ന എന്തിനാ? അവൾ അറിഞ്ഞിട്ടാണ് അവൻ ഈ തോന്നിയാസം ചെയ്തത്. അറിയണം അമ്മേ, അല്ലെങ്കിൽ ഇതുപോലൊക്കെ സംഭവിക്കുമ്പോഴേ അറിയൂ. ഏട്ടൻ ഇങ്ങോട്ട് വരുന്നു അറിഞ്ഞപ്പോ എന്തായിരുന്നു അളിയന്റെ വെപ്രാളം? ഇപ്പോഴല്ലേ മനസ്സിലായത് കള്ളത്തരം. ഛേ, ഉച്ചക്കഞ്ഞിക്കുള്ള അരിയില് പൂഴി വാരിട്ടിട്ടാണോ സമ്പാദിക്കുന്നത്? ഏട്ടന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ മുക്കാലി കെട്ടിയിട്ട് തല്ലിയേനെ. ഗണേശ മതി പറഞ്ഞത്. ആ അതാ കുഴപ്പം. ഏട്ടൻ തന്നെയാ അളിയന് വളം വെച്ച് കൊടുക്കുന്നത്. ആ ദാ വരുന്നുണ്ട് അരിക്കള്ളൻ അളിയൻ. മാപ്പാക്കണം. ഒരു തവണ, ഒരേ ഒരു തവണ മാപ്പാക്കണം. എവിടെ? ഇങ്ങോട്ടാ. ചന്ദ്രേട്ടാ, 8-10 അബദ്ധങ്ങൾ ഏത് മന്ദബുദ്ധിക്കും സംഭവിക്കുന്നു ചന്ദ്രേട്ടൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? അതിലൊരു 10ാമത്തെ അബദ്ധമായിട്ട് ഈ അളി വേണ്ടല്ലേ, ഞാൻ പറയൂലെന്ന് പറഞ്ഞതാ. പ്ലീസ് അലിയ, അറിഞ്ഞോണ്ട് ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതാണ്. വേണം ഞാൻ നിന്റെ കാല് പിടിക്കാം. എന്താ ഇത്? വേണ്ട. അവനവന്റെ നിലയും വിലയും മറന്ന് അരുതാത്ത എന്തെങ്കിലും ചെയ്തു പോയാൽ പിന്നെയുള്ള കാലം മറ്റുള്ളവരുടെ കാൽച്ചുവട്ടിലായി പോവും ജീവിതം.